Welcome back, children. Today we are going to discuss about genetic code. So before we move on to the concept, let's try to understand what we have been learning in the previous sections. We learned about replication, which is nothing but conversion or making a duplicate copy of DNA. Then we came across transcription, wherein using a DNA as the template, a single strand of RNA is being made. In these two cases, if you observe, both of the type of reactions that both of the type of processes, that is replication and transcription, was possible because it depended upon the complementarity property of nucleic acid. എന്താണ് കോംപ്ലിമെൻറ്റാരിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു സ്ട്രാൻഡിലുള്ള സീക്വൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്ട്രാൻഡ് പ്രൊഡക്റ്റ് ചെയ്യാൻ ഈസിയാണ്. ആ ഒരു കോംപ്ലിമെൻറ്റാരിറ്റീൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടാണ് ഈ രണ്ട് പ്രോസസ്സസും ഈസിലി നടന്നു വന്നിരുന്നത്. അപ്പോൾ ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, that is translation, whereas using the information present on the RNA strand, proteins have to be synthesized. This process is called as translation. Here we are stuck. We, in the sense, scientists were stuck in those times. എന്തുകൊണ്ടെന്ന് വെച്ചാൽ RNA ഒരു ന്യൂക്ലിക് ആസിഡ് ആണ് and proteins are made up of amino acids. They are polymers of amino acids. There is no complementarity between them. ഒരു സ്ട്രാൻഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത സ്ട്രാൻഡ് ഇതൊരു ഒരു ന്യൂക്ലിക് ആസിഡ് ആയിരുന്നെങ്കിൽ നമുക്ക് കോംപ്ലിമെൻറ്റാരിറ്റി ഉപയോഗിച്ചിട്ട് ഇവരുണ്ടാക്കായിരുന്നു. പക്ഷേ ഹിയർ നോ സച്ച് കോംപ്ലിമെൻറ്റാരിറ്റി എക്സിസ്റ്റ്. ബട്ട് എവിഡൻസ് ഇസ് ദെയർ that if there is any change in the sequence of RNA, it results a change in the protein chain. RNAയിൽ എന്തൊരു ചേഞ്ചും എന്തെങ്കിലൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ ഇറ്റ് അഫക്ട്സ് ദ പ്രോട്ടീൻ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? Anyhow, somehow, the information which is present in the RNA is being converted into the proteins by some method. അപ്പോൾ scientists, what they did is, they called the information present in the RNA which is being transferred into the protein as a genetic code. എന്താണ് അതിനെ അവർ ജനറ്റിക് കോഡ് എന്ന് വിളിച്ചു. കോഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? സം കൈൻഡ് ഓഫ് ഐ തിങ്ക് സം കമാൻഡ് ഇസ് ബീങ് ഗിവൻ. കോഡ്, ഇതിനകത്തുള്ള ആ കോഡ് ഡീകോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോട്ടീൻസ് ഉണ്ടാക്കാൻ പറ്റും. അതിനാണ് നമ്മൾ ജനറ്റിക് കോഡ് എന്ന് പറയുന്നത്. വാട്ട് എവർ ഇൻഫർമേഷൻ വിച്ച് ഇസ് പ്രസൻറ്റ് ഇൻ ദ RNA ടു ബി കൺവേർട്ടഡ് ഇൻ ടു ദ ഫോം ഓഫ് പ്രോട്ടീൻസ്, വി കോൾ ഇറ്റ് ആസ് ജനറ്റിക് കോഡ്. നൗ ഈ ഒരു പ്രോസസ്സ് കൂടുതൽ അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ വി മസ്റ്റ് ഫസ്റ്റ് ഡിസൈഫർ ദ ജനറ്റിക് കോഡ്. എന്താണ് ജനറ്റിക് കോഡ്? ഏത് കോഡായിരിക്കും പ്രോട്ടീൻസ് ഉണ്ടാക്കുക? എങ്ങനെയാണ്? ഇഫ് യു ടേക്ക് എനി ന്യൂക്ലിക് ആസിഡ്, വി നോ ദാറ്റ് ഫോർ nitrogenous bases is what controls the entire nucleic acid. ഏതൊക്കെയാണ് ആ 4 nitrogenous bases? Adenine, guanine, cytosine and uracil in case of RNA or thymine in case of DNA. ഓക്കെ, ഈ 4 ബേസസ്, നമ്മൾ 4 ബേസസ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ 4 ബേസസ് റെപ്രസെൻറ്റ്സ് 1 ന്യൂക്ലിയോടൈഡ്. ഈച്ച് ഓഫ് ദ ബേസസ് റെപ്രസെൻറ്റ് 1 ന്യൂക്ലിയോടൈഡ്. അപ്പോൾ പല ന്യൂക്ലിയോടൈഡ് കൂടി ചേർന്നിട്ടാണല്ലോ നമ്മുടെ DNA RNA ഉണ്ടാകുന്നത്. അപ്പോൾ ആ എൻറ്റയർ DNA RNA 2 meters long DNA എടുത്തു കഴിഞ്ഞാൽ ദർ ഇസ് റിപ്പറ്റീഷൻ ഓഫ് ദീസ് 4 ബേസസ് ഇൻ ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ്. അപ്പോൾ ഈ 4 ബേസസ് ആണ്, ഈ 4 ബേസസിൻ്റെ ഏതോ രീതിയിലുള്ള കോമ്പിനേഷനാണ് പ്രോട്ടീൻസ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ആദ്യം ദേ സജസ്റ്റഡ് ദാറ്റ് ഈച്ച് ബേസ് കോഡ്സ് ഫോർ 1 അമിനോ ആസിഡ്. ഇപ്പോൾ ഒരു ബേസ് എടുത്തു കഴിഞ്ഞാൽ അതൊരു അമിനോ ആസിഡായിട്ട് എടുക്കുവാണെങ്കിൽ പെർമിറ്റേഷൻ കോമ്പിനേഷൻ നിങ്ങൾ പഠിച്ചാണല്ലോ. പെർമിറ്റേഷൻ കോമ്പിനേഷൻ വെച്ച് നോക്കുമ്പം 4:1 അതെത്രയാണ്? ഓൺലി 4 അമിനോ ആസിഡേ ആവുന്നുള്ളൂ. ഓക്കെ, അപ്പം ഈ ഒരു തിയറി ക്യാൻസൽ ചെയ്യാം. ഇനിയിപ്പോൾ വി സപ്പോസ് ദാറ്റ് 2 bases combine together to form a code which give rise to 1 amino acid. അങ്ങനെ നോക്കുകയാണെങ്കിൽ 4 to the power of 2, which is nothing but 4 into 4, 16. അത് 16 amino acids ആവുന്നുള്ളൂ. In your 11th standard, when we learned about biomolecules in there, we understood that even though many thousands of different kinds of amino acids are there, the amino acid which forms protein inside a living system are only of 20.
Only 20 amino acids are there which form proteins inside the living system. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ 16 അമിനോ ആസിഡേ ഉള്ളൂ, നമുക്ക് വേണ്ടത് 20 ആണ്. അപ്പം നമ്മൾ ദ തിയറി ഓർ ദ സ്പെക്കുലേഷൻ ദാറ്റ് 2 bases together give rise to 1 amino acid can also be cancelled. ഇനി നെക്സ്റ്റ് പോസിബിൾ എന്ന് പറഞ്ഞാൽ 4⁻3, that is 4 into 4 into 4, which is 64 amino acid. എന്ന് വെച്ചാൽ 3 നൈട്രജൻ ബേസസ് ഒന്നിച്ച് കമ്പൈൻ ആയിട്ട് അവർ ഓരോ അമിനോ ആസിഡിന് കോഡ് ചെയ്യുന്നു. അപ്പം ഫോർ എക്സാമ്പിൾ ATC ഇതൊന്നിച്ച് ഒരു അമിനോ ആസിഡ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ 64 അമിനോ ആസിഡ്സ് ഉണ്ട്. വി നീഡ് ഓൺലി 20. ബട്ട് ദേ സ്റ്റോപ്ഡ് ഹിയർ. എന്താണ് ദേ സ്റ്റോപ്ഡ് ഹിയർ? They said that it is 3 nitrogen bases as a together, as a club, which give rise to 1 amino acid. അപ്പോൾ നിങ്ങൾ ലോങ് സ്ട്രെച്ച് ഓഫ് DNA എടുത്തു കഴിഞ്ഞാൽ ഇപ്പം I'll just write a sequence over here. I've just written some sequences over here. In these sequences, when we divide these sequences into groups of 3, when groups of 3 nitrogen bases, each group, or now we can call this as codon. What is it? Each group of 3 nitrogen bases is now called as codon. Okay, each codon give rise to 1 amino acid. This give rise to 1 amino acid. Each codon gives rise to different types of amino acid. ഓക്കെ, സോ അങ്ങനെ ഫർദർ സ്റ്റഡീസ് ഒക്കെ ചെയ്ത് നോക്കിയപ്പം അവർക്ക് മനസ്സിലായി there are in total 61 codons which codes for amino acid and 3 codons which do not code for anything. 61 codons are there which codes for amino acid, 3 codons do not code for anything. അപ്പം അവർക്ക് ഇത്രയും മനസ്സിലായി that a group of 3 nitrogen bases, now called as a codon, codes for 1 amino acid. Okay, ഇനി അടുത്ത പ്രശ്നം എന്താ? നമുക്ക് കോഡോൺസ് ഉണ്ട്, അമിനോ ആസിഡിന് കോഡ് ചെയ്യുന്നു മനസ്സിലായി. പക്ഷേ ഏത് കോഡോൺ, ഏത് ടൈപ്പ് ഓഫ് കോമ്പിനേഷൻ ഏത് അമിനോ ആസിഡിലേക്ക് ലീഡ് ചെയ്യും? ഇപ്പോൾ TCC ആണെങ്കിൽ അത് ഏത് അമിനോ ആസിഡ്, AAA ആണെങ്കിൽ അത് ഏത് അമിനോ ആസിഡ് ഉണ്ടാക്കും? അത് കണ്ടുപിടിക്കലായിരുന്നു അടുത്ത സ്റ്റെപ്പ്. Many scientists came forward with many contributions like Hargobind Khorana, Marshall Nierenberg and Severo Ochoa. Hargobind Khorana എന്ത് ചെയ്തു വെച്ചാൽ സിന്തറ്റിക്കലി, ദാറ്റ് ഈസ് എൻ ആർട്ടിഫിഷ്യൽ മീഡിയം RNA സിന്തസിസ് നടക്കാനുള്ള ഒരു മെക്കാനിസം അദ്ദേഹം കണ്ടുപിടിച്ചു. മാർഷൽ നീറൻബർഗ് അലോങ് വിത്ത് അനദർ സയൻറ്റിസ്റ്റ് ദാറ്റ് ഈസ് ഫ്രാൻസിസ് കിക്ക് ആൻഡ് മഥായി, വാട്ട് ദേ ഡിഡ് ഇസ്, ഇവരാണ് ആദ്യം ഒരു കോഡോൺ ഉണ്ട് എന്നുള്ള കണ്ടുപിടിച്ചത്. ഇവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ഇപ്പം ഹർഗോബിന്ദ് ഖൊറാന ആർട്ടിഫിഷ്യലി RNA സിന്തസിസ് നടക്കുക, നമുക്ക് അറിയാവുന്ന സീക്വൻസസ് വെച്ചിട്ട് RNA സിന്തസിസ് നടക്കേണ്ടത് എങ്ങനെയാണെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് വാട്ട് ദേ ഡിഡ് ഇസ് ദേ മെയ്ഡ് RNA സീക്വൻസസ് വെറിൻ വിച്ച് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ഓൺലി യു. ഈ യു മാത്രമുള്ള സീക്വൻസ് ഒരെണ്ണം സിന്തസൈസ് ചെയ്തു. അപ്പോൾ അവരെന്താ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ അതിൻ്റെ പ്രോട്ടീൻ, ഈ ഒരു RNA സിന്തസിസ് കഴിഞ്ഞിട്ട് പ്രോട്ടീൻ സിന്തസിസ് നടന്നപ്പം ഓൺലി 1 ടൈപ്പ് ഓഫ് അമിനോ ആസിഡ് വാസ് റിസീവ്ഡ്, ദാറ്റ് ഈസ് ഫീനൈൽ അലനീൻ. അപ്പോൾ മാർഷൽ നീറൻബർഗ് എന്താ ചെയ്തത്? ഹർഗോബിന്ദ് ഖൊറാന RNA സിന്തസിസ് ആർട്ടിഫിഷ്യലി ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഒരു സിന്തറ്റിക് RNA ഉണ്ടാക്കി വിച്ച് ഇസ് മെയ്ഡ് അപ്പ് ഓഫ് ഓൺലി 1 കൈൻഡ് ഓഫ് നൈട്രജൻ ബേസ്, ദറ്റ് ഇസ് യു. ഓക്കെ, അപ്പോൾ ഈ RNA ട്രാൻസ്ലേഷൻ അണ്ടർഗോ ചെയ്തിട്ട് പ്രോട്ടീൻ സിന്തസിസ് നടന്നപ്പം ഓൺലി 1 കൈൻഡ് ഓഫ് അമിനോ ആസിഡ് വാസ് ഫോംഡ് വിച്ച് ഇസ് ഫീനാൽ അലനീൻ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? യു give rise to the amino acid phenylalanine. യു give rise to the amino acid phenylalanine. ഇങ്ങനെ പല പ്രാവശ്യമായിട്ട് they found out the different amino acid which is synthesized by different combinations of nitrogen bases. അതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ടേബിൾ 6.1, ദാറ്റ് ഇസ് പേജ് നമ്പർ 112 ടേബിൾ 6.1 കാണിച്ചിരിക്കുന്നത്. ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഓഫ്
the nitrogen bases, giving rise to different types of amino acids. Okay, അതാണ് നിങ്ങളുടെ ടേബിൾ 6.1. Now I told you ഒരു codon is triplet. Codon is triplet. It is made up of 3 nitrogen bases. It can be any kind of combination.